അതായത് ഈ ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിന്റെ ഏജന്റുമാരായാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ATM ഇപ്പോൾ പുതിയൊരു തട്ടിപ്പ് സംഘത്തിന്റെ കഥ പുറത്തു വരുന്നത് വിദ്യാർത്ഥികൾ മുഖേനയാണ്. വിദ്യാർത്ഥികളുമായി സൗഹൃദത്തിലായതിനു ശേഷം അവരെ കൊണ്ട് ബാങ്ക് അക്കൗണ്ട് എടുപ്പിക്കുകയാണ് ഇവരുടെ ആദ്യ പടി. ബാങ്ക് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു 10,000 രൂപ ഈ വിദ്യാർത്ഥികൾക്ക് കൊടുക്കും. സ്വാഭാവികമായും വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് പണത്തിന് ആവശ്യമുള്ള സമയമാണ്. ഡിഗ്രിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾ. ആ സാഹചര്യം ആണ് തട്ടിപ്പുകാർ മുതലെടുക്കുന്നത്. ബാങ്ക് അക്കൗണ്ടും ATM കാർഡും ഇവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ട്രാൻസാക്ഷൻ നടക്കുന്നത് ഇവർക്ക് അറിയാൻ സാധിക്കില്ല. പലയിടങ്ങളിൽ നടക്കുന്ന കോടികളുടെ തട്ടിപ്പിൻ്റെ പണം എത്തുന്നത് ഇവരുടെ അക്കൗണ്ടുകളിലായിരിക്കും. ആ അക്കൗണ്ടിൽ നിന്ന് പിന്നീട് അവരുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റി ട്രാൻസാക്ഷൻ ചെയ്യും. അതിന് ചെറിയൊരു കമ്മീഷനും ഇവർക്ക് കൊടുക്കുകയും ചെയ്യും. തട്ടിപ്പ് സംഘത്തിൻ്റെ യാതൊരു വിവരങ്ങളും പുറത്തു വരികയുമില്ല. അവർക്ക്